ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ട്രാൻസ്ഫറുകളിൽ ഒന്നാണ് മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയത്. T20 ലോകകപ്പിലെ വിസ്മയിപ്പിക്കുന്ന പ്രകടനത്തിന് പിന്നാലെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് സഞ്ജുവിനെ ചെന്നൈ ക്യാമ്പിൽ വരവേറ്റത്. എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം അലങ്കരിച്ചിരുന്ന സഞ്ജു ചെന്നൈയിലെത്തുമ്പോൾ ഋതുരാജിന് കീഴിലായിരിക്കും കളിക്കുകയെന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിന് ഉടൻ തന്നെ CSKയുടെ നായകസ്ഥാനം നൽകരുതെന്ന ശക്തമായ വാദവുമായി മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ IPL സീസണെ കുറിച്ച് വിശകലനം ചെയ്യവെയാണ് മുഹമ്മദ് കൈഫ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ എതിർത്തത്. ഇത് സഞ്ജുവിനോടുള്ള എതിർപ്പല്ല, മറിച്ച് ടീമിന്റെയും താരത്തിന്റെയും ഗുണത്തിനു വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സഞ്ജുവിനെ ഇപ്പോൾ തന്നെ നായകനാക്കുന്നത് ചെന്നൈ കാണിക്കുന്ന അബദ്ധമായിരിക്കുമെന്നാണ് കൈഫിന്റെ പക്ഷം. സഞ്ജു സാംസൺ ഇപ്പോൾ ചെന്നൈ ടീമിനൊപ്പം ചേർന്നതേ ഉള്ളൂ. ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ ബാറ്റിംഗ്, വിക്കറ്റ് കീപ്പിംഗ്, ക്യാപ്റ്റൻസി തുടങ്ങിയ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരേ സമയം ഒരാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഗുണകരമാകില്ല. സഞ്ജുവിനെ ഒരു മികച്ച ബാറ്റ്സ്മാനായി ടീമിൽ നിലയുറപ്പിക്കാൻ ആദ്യം അനുവദിക്കണമെന്നും അതിനുശേഷം മാത്രം വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകിയാൽ മതിയെന്നും കൈഫ് നിരീക്ഷിക്കുന്നു. ഓരോ IPL ടീമിനും അതിൻ്റെതായ സംസ്കാരവും രീതികളുമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്നത് വർഷങ്ങളായി ഒരു പ്രത്യേക ശൈലി പിന്തുടരുന്ന ടീമാണ്. ആരാധകരുടെ പ്രതീക്ഷകൾ, കളിക്കാരുടെ ഡൈനാമിക്സ്, ടീം മാനേജ്മെന്റിന്റെ രീതികൾ എന്നിവ സഞ്ജുവിന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സമയം ആവശ്യമാണ്. ഈ പൊരുത്തപ്പെടൽ കാലയളവിൽ സഞ്ജുവിന് മേൽ സമ്മർദ്ദം നൽകുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ ബാധിച്ചേക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെന്നൈ ടീമിനെ നയിക്കുന്ന ഋതുരാജിനെ പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും കൈഫ് ചൂണ്ടിക്കാണിക്കുന്നു. ഋതുരാജിന് ചെന്നൈയിലെ പിച്ചുകളെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ട്. ടോസ് നേടിയാൽ എന്ത് തീരുമാനമെടുക്കണം, ഏത് ബൗളറെ എപ്പോൾ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഋതുരാജ് ഇതിനോടകം തന്നെ പക്വത തെളിയിച്ചതാണ്. ബാറ്റിംഗ് ഓർഡർ ക്രമീകരിക്കുന്നതിലും ബൗളിംഗ് മാറ്റങ്ങൾ വരുത്തുന്നതിലും ഋതുരാജിനുള്ള പരിചയ സമ്പത്ത് സഞ്ജുവിന് പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയില്ല. അതിനാൽ ടീമിന്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. രാജസ്ഥാൻ റോയൽസിനെ 2021 മുതൽ 2025 വരെ വിജയകരമായി നയിച്ച ചരിത്രവുമായാണ് സഞ്ജുവിന്റെ വരവ്. 2022 ടീമിനെ റണ്ണറപ്പുകളാക്കാനും 2024 പ്ലേ ഓഫിൽ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ അനുഭവ സമ്പത്ത് ചെന്നൈക്ക് തീർച്ചയായും ഉപകരിക്കും. എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പകരക്കാരനായി സഞ്ജുവിനെ കൊണ്ടുവരുമ്പോൾ അത് പടിപടിയായി വേണമെന്നാണ് കൈഫ് നിർദ്ദേശിക്കുന്നത്. 1-2 വർഷം കൊണ്ട് ചെന്നൈയുടെ തന്ത്രങ്ങൾ പഠിച്ച ശേഷം സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതാകും ഉചിതം. CSK മാനേജ്മെന്റ് സാധാരണയായി ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കാറില്ല. അവർ തങ്ങളുടെ താരങ്ങളെ പിന്തുണയ്ക്കുകയും അവർക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നവരാണ്. സഞ്ജുവിന്റെ കാര്യത്തിലും ഇതേ രീതി തന്നെയാകും ചെന്നൈ സ്വീകരിക്കുക എന്ന് പ്രതീക്ഷിക്കാം. നായകസ്ഥാനം ഇല്ലെങ്കിലും സഞ്ജു സാംസണിന്റെ സാന്നിധ്യം ചെന്നൈയുടെ ബാറ്റിംഗ് നിരയെ അതിശക്തമാക്കും. മിഡിൽ ഓർഡറിൽ കളി നിയന്ത്രിക്കാനും അവസാന ഓവറുകളിൽ സ്കോർ ഉയർത്താനും സഞ്ജുവിനുള്ള കഴിവ് ചെന്നൈക്ക് വലിയ മുതൽക്കൂട്ടാകും. T20 ലോകകപ്പിലെ മികച്ച ഫോം IPLലും തുടരാൻ സാധിച്ചാൽ സഞ്ജു ചെന്നൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി മാറും. മുഹമ്മദ് കൈഫിന്റെ നിരീക്ഷണങ്ങൾ ശരിയാണോ എന്ന് വരും സീസണുകൾ തെളിയിക്കും. സഞ്ജുവിനെ പോലൊരു താരത്തിനുമേൽ അനാവശ്യ സമ്മർദ്ദം നൽകാതെ അദ്ദേഹത്തിന്റെ സ്വാഭാവിക കളി പുറത്തെടുക്കാൻ അനുവദിക്കുക എന്നതാണ് ഇപ്പോൾ ചെന്നൈ ചെയ്യേണ്ടത്. ഋതുരാജിന്റെ നേതൃത്വത്തിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് കൂടി ചേരുമ്പോൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണത്തെ IPLൽ ഏറ്റവും അപകടകാരികളായ ടീമായി മാറുമെന്നതിൽ സംശയമില്ല. ധോണിയുടെ തണലിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിൽ ചെന്നൈയുടെ തലവനാകാനുള്ള തയ്യാറെടുപ്പിലാകും സഞ്ജു സാംസൺ. അതുവരെ ഒരു പോരാളിയായി മഞ്ഞക്കുപ്പായത്തിൽ അദ്ദേഹം വിസ്മയങ്ങൾ തീർക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.